ഹായ്, ഇന്ന് നമുക്ക് ഒരു ചട്ടിച്ചോറ് തയ്യാറാക്കാവേ. അപ്പം അതിനിത് കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. കുറച്ച് ചോറിട്ടു. ഇനി ഇത് പുളിശ്ശേരി, വഴുതനങ്ങായും ഏത്തപ്പഴവും കൂടി ഇട്ട് കാച്ചിയ പുളിശ്ശേരിയാണേ. അത് കുറച്ച് ഒഴിക്കാവേ. ഇനി അവിയലാണേ, അത് കുറച്ച് വെക്കാം. കുറച്ച് അവിയൽ വെച്ചു. ഇനി ഇത് അയലക്കറിയാണേ, മുളകിട്ട് വറ്റിച്ച അയലക്കറി, അതൊരു കഷ്ണം വെക്കാം. പിന്നെ ഇത് മുരിങ്ങയില തോരൻ വെച്ചതാണേ, അപ്പം മുരിങ്ങയില തോരൻ കുറച്ച് വെക്കാം. പിന്നെ ഇത് മാങ്ങാ ചമ്മന്തിയാണേ, ചമ്മന്തി കുറച്ച് വെച്ചു. ഇനി ഇത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണേ, അത് വെച്ചു. ഇനി ഇത് കുറച്ച് ബീഫ് ഒലത്തിയതാണ്, അപ്പം കുറച്ച് ബീഫ് ഒലത്തിയതും കൂടെ വെക്കാവേ. ഇനി ഒരു മീൻ വറുത്തത്, ഒരു അയല വറുത്തത് ഇട്ടു. ഇതൊരു മുട്ട പൊരിച്ചതാണേ, അതും കൂടെ അതിൻ്റെ സൈഡിലേക്ക് വെക്കാം. ഇത് ക്യാരറ്റും മാങ്ങായും കൂടെ അച്ചാറിട്ടതാണേ, വെള്ളയ്ക്ക് അച്ചാറിട്ടത്, നമ്മുടെ വെള്ളക്കാന്താരിയൊക്കെ ഇട്ട് അച്ചാറിട്ടത്. ഇതേണ്ടേ നമ്മുടെ ചട്ടിച്ചോറ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ടേ ഒന്ന് കഴിച്ച് നോക്കട്ടെ, അങ്ങനെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ കുറച്ച് അയല വറുത്തത് ഞുള്ളി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബീഫ് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അവിയലും എടുത്തു. ഇനി ചമ്മന്തി അതിൻ്റെ പുറത്തോട്ട് വെച്ചു. ഇനി ഇച്ചിരി അയലക്കറിയും കൂടെ അതിൻ്റെ പുറത്തോട്ട് വെച്ചു. ഇനി ഇച്ചിരി മുട്ട, അതും കൂടെ ശകലം മുറിച്ച് അതിൻ്റെ കൂടെ വെച്ചു. ഇനി ഇച്ചിരി മെഴുക്കുവരട്ടിയും ഇച്ചിരി തോരനും കൂടെ വെക്കട്ടെ അതിൻ്റെ കൂടെ. ഇത് തോരന്, ഇത് മെഴുക്കുവരട്ടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടൊന്ന് ഇളക്കിയിട്ട് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കട്ടെ, ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടയിൽ നിന്ന് ചട്ടിച്ചോറ് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പം നല്ല കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.